വീര ധീര സൂരൻ പാർട്ട് 2. ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഫിലിം റിവ്യൂ ആണ്. ഒരു 10 വർഷത്തിന് ശേഷമാണ് വിക്രത്തിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. അയ്യാണ് ലാസ്റ്റ് കണ്ട സിനിമ. ഇപ്പം മഹാൻ കാണുമ്പോഴും ഓർക്കും ഇത് തിയേറ്ററിൽ റിലീസായിരുന്നെങ്കിൽ എന്ന്. വളരെ എക്സൈറ്റ്മെൻറ്റോടെ കണ്ട സിനിമയാണ്. നല്ല സിനിമയാണ്. ഇപ്പം അന്യൻ മുതലേ വിക്രത്തിനോട് വളരെ ഇഷ്ടമാണ്. അരുൺ കുമാറാണ് സിനിമയുടെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിം പനയ്യരും പത്മിനിയും എന്നൊരു സിനിമയാണ്, വിജയ് സേതുപതി ഹീറോ ആയിട്ട്. അതൊരു ഫീൽ ഗുഡ് സിനിമയാണ്, ചെറിയൊരു സിനിമയാണ്, ഫീൽ ഗുഡ്. പക്ഷെ ഈ സിനിമ അതിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആണ്. നല്ലൊരു ആക്ഷൻ സിനിമയാണ്. ഒരു കൈദിയൊക്കെ പോലെ ഒരു രാത്രി നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. വിക്രത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കാളി എന്നാണ്. കാളി പണ്ടൊരു ഗ്യാങ്സ്റ്ററൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം ഉപേക്ഷിച്ച് കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കടയൊക്കെ ഇട്ട് അങ്ങനെ സമാധാനത്തോടെ പോകുന്ന കാളിയുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് സിനിമ. കാളിയുടെ പഴയ ഗ്യാങ്ങും പോലീസും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റിൽ കാളി അറിയാതെ ഇൻവോൾവ്ഡ് ആകുന്നു. കാളിയുടെ പഴയ ഗ്യാങ്ങും പോലീസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ഇപ്പം കാളിക്ക് താല്പര്യമില്ലെങ്കിലും കാളിയെയും ഈ പ്രശ്നത്തിൽ അവരുൾപ്പെടുത്തുന്നു. കാളിയുടെ കുടുംബത്തെ ഉപദ്രവിക്കുമെന്ന് ഉള്ള ഒരു ഭീഷണിയിൽ അവസാനം 2 കൂട്ടരിൽ നിന്നും തൻ്റെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാളിയുടെ ഒരു സ്ട്രഗിളാണ് സിനിമ. പിന്നെ വിക്രത്തിൻ്റെ ആക്ഷനും അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും ഫിറ്റ്നസ്സും എല്ലാം ഈ ഏജിലും ഒരു മാറ്റവുമില്ല. വിക്രത്തിൻ്റെ സ്റ്റൈലും ഫിറ്റ്നസ്സും ആക്ഷനും എല്ലാം ഇപ്പോഴും ഗംഭീരം തന്നെയാണ്. പിന്നെ സുരാജിൻ്റെ പെർഫോമൻസ് വളരെ നല്ലൊരു റോളാണ്. പിന്നെ S.J. സൂര്യ അദ്ദേഹത്തിൻ്റെ മാനാടിലൊരു പോലീസ് ഓഫീസർ പോലെയല്ല, കുറച്ചും കൂടി മെച്യൂറായ ഒരു ക്യാരക്ടറാണ്. മൊത്തത്തിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 8/10 ആണ്. നല്ല സിനിമയാണ്, നല്ലൊരു ആക്ഷൻ സിനിമയാണ്.